സുഹൃത്തുക്കളെ നല്ലോണം കാണണം. ജനം ടി വിയിലാണിത് വന്നിട്ടുള്ളത്. ജനം ടി വിയിൽ, നമ്മൾ മലൻ ടി വി എന്നൊക്കെ പറഞ്ഞ ജനം ടി വിയിലത് വന്നിട്ടുള്ളത്. ഒരു ഉമ്മച്ച് നടു റോട്ടിൽ, ഇതിപ്പോ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാ, ശബ്ദമില്ലാതെ കാണിച്ചു തരണ്ടേ? അതാ കിടക്കണ്. ഒരു ഉമ്മച്ചി പ്രായം ചെന്നൊരു 19 വയസ്സുള്ള ഒരു സ്ത്രീ നടു റോട്ടിൽ നിസ്കരിക്കുകയാണ്. പാലക്കാട് കൊല്ലംകോട്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. നടു റോട്ടിലാണ് ഈ ഒരു നിസ്കാരം നടക്കുന്നത്. അവിടെ ആ ഒരു നടു റോട്ടിൽ നിസ്കാരം നടന്നുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന ആളുകളൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആകെ പ്രയാസപ്പെട്ടു. ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുന്നത്. സ്ത്രീ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കൈകൊണ്ട് കാലുകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെന്താന്ന് ആർക്കും മനസ്സിലായില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഒരു വാർത്ത കണ്ട ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനം ടി വി ആണ് എന്നതിനാലാണ് ഇത് പറയുന്നത് കേട്ടോ. ഇതിന് താഴത്ത് മെന്റൽ ഹോസ്പിറ്റൽ നിയറില് ഇനി റെയിൽവേ ട്രാക്കിലാവും. ആ സ്ത്രീയെ പോലീസ് ഏൽപ്പിക്കും. എന്താ സത്യാവസ്ഥ എന്ന് കൊണ്ടുവരിക. ഒരു യഥാർത്ഥ മുസ്ലിം ഇങ്ങനെയല്ല. ഇത് ആരും തടസ്സപ്പെടുത്തിയ നാളെ സഖാക്കളുടെ കൂട്ട നിസ്കാരം കൂട്ട സുന്നത്ത് കാണാമായിരുന്നു. പാവോ എന്തോ വയ്യാത്താണ്, അതിനാരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജനം ടി വി ഈ വാർത്ത 1, 2, 3 തവണ കൊടുത്തു എന്നൊക്കെ പറയേണ്ടി വരും. ഒരു വാർത്ത കൂടി ഇതേ ജനം ടി വിയുടെ ഇതുണ്ട്. അതിങ്ങനെയാണ്, കണ്ടില്ലേ? ഇനി സംഗതി എന്നത് വെച്ചറിയാം. നോക്കൂ, ഈ സ്ത്രീ വിളിച്ചു പറയുന്നത് പോലീസ് വരട്ടെ, പോലീസ് വരട്ടെ, പോലീസ് വരട്ടെ എന്നാണ്. സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭർത്താവില്ല, മരിച്ചു പോയിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും ഭർത്താവിന്റെ പേരിൽ ഭൂമി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ഈ ഭൂമിയുടെ അവകാശം ഇന്നെ ഭാര്യയ്ക്കൊന്നും കിട്ടില്ല എന്നോ, അല്ലെങ്കിൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ പെൺമക്കൾക്കൊന്നും കിട്ടില്ല എന്നോ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് താഴെ എഴുതിയെടുക്കുക തന്നെ വേണം. എന്നത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഭർത്താവിന്റെ പേരിലുണ്ടാകുന്ന ഭൂമി ഇവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ ഭൂമി ഭർത്താവിന്റെ സഹോദരന്മാര് അങ്ങോട്ട് വീതിച്ചെടുത്തു. ഇവര് ആ ഒരു ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് ആവുന്നു നോക്കി. കാരണം ഇവർക്ക് ജീവിക്കണ്ടേ. ഭർത്താവ് ഉള്ളപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ വളരെ മാന്യമര്യാദയ്ക്ക് ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരെ ഭൂമി ഇവരെ സഹോദരങ്ങൾ, അതായത് ഭർത്താവിന്റെ സഹോദരങ്ങൾ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അതുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് വരട്ടെ എന്നുള്ള വർത്തമാനം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് താഴത്ത് കുറെ ഗംഭീര വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. സുജൂദിൽ പോകുമ്പോൾ കൈ വെക്കേണ്ട രീതി ഷാഗിൽ നിന്ന് പഠിപ്പിച്ചു തരാൻ മറന്നതാണോ എന്നൊക്കെ. ഇത് ജനം ടി വി ആണ് ഇങ്ങനത്തെ ഒരു വാർത്ത കൊടുത്തു എന്ന് കഴിഞ്ഞാൽ ഇത് വേറെങ്കിലും മിക്കവാറും വല്ല BJP-ക്കാരും മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നുള്ളതാണ്. ഞാനിത് ഈ വാർത്ത ജനം ടി വിയിൽ വന്ന സമയത്തും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയത്, ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പുറത്തേക്ക് ഒരുപക്ഷെ കേരളത്തിനുള്ളിലുള്ള ആളുകൾ ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലൊക്കെ അന്വേഷിച്ചറിയും. ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ അറിയാത്ത ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്ത്രീ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭൂമി കിട്ടാൻ വേണ്ടി ആ സ്ത്രീ മുട്ടാത്ത വാതിലുകളില്ല. അറിഞ്ഞ വാർത്തകളാണ്, മുട്ടാത്ത വാതിലുകളില്ല. ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റും കേസുമായിട്ടൊക്കെ കുറെ പോയി നോക്കി. ഇവരൊപ്പം ആരും നിൽക്കുന്നില്ല. ഈ സ്ത്രീയുടെ ഒപ്പം ആരും നിൽക്കുന്നില്ല. ഇവർക്ക് അവകാശപ്പെട്ട ഭർത്താവിന്റെ ഭൂമി ഭർത്താവിന്റെ സഹോദരന്മാർ തട്ടിയെടുത്തു എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ വിവരം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തട്ടിയെടുത്ത സമയത്ത് അത് തിരിച്ചു കിട്ടണ്ടേ? ഇവരെല്ലാവരും പോയി കാണുന്നു, രാഷ്ട്രീയ നേതാക്കളെ പോയി കാണുന്നു, കുടുംബക്കാരോട് സംസാരിക്കുന്നു, ചർച്ചകൾ വയ്ക്കുന്നു, ഒന്നും എവിടെയും എത്തുന്നില്ല. അവസാനം സഹോദരമായിട്ടും എന്തോ പാലക്കാട്ടിലേക്ക് വന്നതാണ്. സഹോദരൻ തൊട്ടപ്പുറത്തുള്ള കടയിലേക്ക് കയറിപ്പോയതാണ്. എങ്ങനെയാണ് ഈ വിഷയം ഒരു സാമൂഹ്യ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് ഒരുപക്ഷെ ആ പാവം സ്ത്രീ ഒരുപാട് ആലോചിച്ചിരിക്കാം. ഇതെന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ അറിയണ്ടേ, നാട്ടുകാർ ഇടപെടണ്ടേ, പോലീസുകാർ ഇടപെടണ്ടേ, നിയമവ്യവസ്ഥ ഇടപെടണ്ടേ എന്നൊക്കെ ഈ സ്ത്രീ ഏറെ ആലോചിച്ചിരിക്കാം. അതിന്റെ അവസാനമായിട്ട് അവരെ മുമ്പിലേക്ക് കിട്ടിയ ഐഡിയയാണ് നടു റോട്ടിൽ നിസ്കരിക്കുക, പടച്ചവനോട് കാര്യം പറയുക എന്നുള്ളത്. ഒരുപക്ഷെ ഇത് നിസ്കരിക്കാൻ വേണ്ടി ചെയ്ത നിസ്കാരമല്ല. ഈ നിസ്കാരം അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, പൊതുജന ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, തന്റെ പ്രശ്നം നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, തന്റെ പ്രശ്നം നിയമവ്യവസ്ഥയുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, തന്റെ പ്രശ്നം പോലീസിന് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവസ്ത്രീ ഇത് ചെയ്തത്. അതിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ രണ്ടാമത് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ. അത് ഇങ്ങനെയാണ്.
സ്വബോധമില്ലാത്ത സ്ത്രീയല്ല, സ്വബോധമുണ്ട്. അതുകൊണ്ടാണ് അവരെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തൊട്ടുള്ള ആളുകളെല്ലാം വന്നിട്ട് അവരൊന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് പോലീസ് വരട്ടെ എന്നുള്ളതാണ്. ഒരു മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് മാനസിക പ്രശ്നമല്ല, ഇവരെ പ്രശ്നം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ എല്ലാവരോടും നടന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഈ ഒരു വാർത്ത എത്തിയെന്ന് കാണണം. പറയുന്നത് പോലീസ് വരട്ടെ, പോലീസ് വരട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എനിക്ക് എൻ്റെ കാര്യം പറയാനുണ്ട്. ഇവർക്ക് അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല എന്നതാണ്. പക്ഷെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ജനം TV അടക്കമുള്ളവർ ഈ ഒരു വാർത്ത കൊടുക്കുന്നത് വേറെ രീതിയിലാണ്. നോക്കൂ, മാപ്പിളരുതാ ഇപ്പോ നടു റോട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്മാരെ സ്വൈര്യ വിഹാരത്തിന്, സ്വൈര്യമുള്ള യാത്രയ്ക്ക് മുഴുവൻ തടസ്സമായിട്ട് ഇതാ മുസ്ലിങ്ങൾ ഇപ്പൊ നടു റോട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഇവന്മാര് നമുക്ക് പാരയാവും, ഇവന്മാര് കേരളത്തിന് പാരയാവും. നാളെ മുതൽ ഇങ്ങനെ റോട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് റോട്ടിൽ കൂട്ട നിസ്കാരം നടത്തും, കൂട്ട സുന്നത്ത് നടത്തും എന്നീ പറയുന്ന വർത്തമാനങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു തരത്തിൽ പറഞ്ഞാല് കേരളത്തിൽ കൂടിയുള്ള മുസ്ലിങ്ങളെ പക്കാ നെഗറ്റീവ് ടീംസ് ആണ് ഇവർ എന്നൊരു മുഖം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ജനം TV ഒക്കെ ആഞ്ഞ് ശ്രമിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നടു റോട്ടിൽ നിസ്കാരം, വഴി തടസ്സപ്പെടുത്തിയ നിസ്കാരം എന്നുള്ളതാണ്. അതിന്റെ കാരണം അന്വേഷിച്ചില്ല, എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് അന്വേഷിച്ചില്ല. മനസ്സിലായോ? ഇനിയിപ്പോ ഒരു ഹിന്ദു മത വിശ്വാസത്തിലുള്ള ആൾക്ക് ഇത്തരം കാര്യങ്ങൾ ആരും അറിയില്ലെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്തേക്കാം, ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ട്, പൊതുജന ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, തൻ്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില ആളുകൾ ഇപ്പോൾ നാട്ടു റോട്ടിൽ 4 കല്ലും വെച്ച് അതിൻ്റെ നാട്ടിൽ 4 തീയും കൂട്ടിയിട്ട് ഒരു പൂജ അങ്ങോട്ട് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതും ഒരുപക്ഷെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രശ്നം അവർക്ക് ആരെങ്കിലും മുമ്പിൽ എത്തിക്കാൻ, ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേറെ ഓപ്ഷൻ കിട്ടാതാവുമ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എൻ്റെ പൊന്നു നാട്ടുകാരെ, മുസ്ലിങ്ങൾ എല്ലാവരും കൂടിയിട്ട് നടു റോട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു പരിപാടി അവർ ചെയ്യൂല. അവരുടെ വിശ്വാസപ്രകാരം അതൊക്കെ മഹാ തെറ്റാണ്. നടു റോട്ടിലൊക്കെ നിസ്കരിക്കുക, ആളുകളുടെ ഭയങ്കര കൂട്ടം കൂടി നിൽക്കുന്ന ഇടയിൽ ഭയങ്കര ശുചായിയായിട്ട് പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. അതിന് അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത്, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കുന്ന സ്ഥലത്ത് അവിടെയൊക്കെ പോയി നിസ്കരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ റോട്ടിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് അഷ്റഫ് സാറോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ മഹാവിഡ്ഢിത്തവും മഹാപൊട്ടത്തരും മഹാപോളത്തരും കാട്ടിക്കൂട്ടലുകാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ട്രെയിനിൽ ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പായം വിരിച്ചിട്ട് നിസ്കരിക്കുന്ന ഒരാളെ കാണിച്ചപ്പോൾ ഇതൊക്കെ തെണ്ടിത്തരമാണ്, ഇവനൊക്കെ അടിക്കണമെന്നാണ് ആ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അഷ്റഫ് സാർ എന്നോട് പറഞ്ഞത്. ഇവനൊക്കെ അടിക്കണം, ഇവനൊക്കെ ചന്തിക്ക് കൊടുക്കണം, ഇതൊക്കെ തെണ്ടിത്തരമാണ്, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല ദൈവത്തോട് പ്രാർത്ഥന നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. മറ്റൊരു മതസ്ഥരെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല ദൈവത്തോട് പ്രാർത്ഥന നടത്തേണ്ടത്. അതാണ് യഥാർത്ഥ രീതി എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. ഇനി ഇതിലും വ്യത്യസ്തമായ അഭിപ്രായം ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വെക്കാം കേട്ടോ. സംവാദകരമായിട്ടുള്ള സംവാദത്തിലേക്ക് ഒരു തുടക്കം കുറിക്കുന്ന സംഗതി അത് നടക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ സ്ത്രീ ചെയ്തതല്ല. തൻ്റെ പ്രശ്നം, തനിക്ക് അവകാശപ്പെട്ട ഭൂമി കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം ആളുകൾ അറിയിക്കാനും അതിലൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് അവരെ ചെയ്തത്. എന്തായാലും അവർ ചെയ്തത് പകുതിയെങ്കിലും വിജയിച്ചു എന്ന് പറയേണ്ടി വരും. ആളുകൾ മുഴുവൻ അറിഞ്ഞു, എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. മാനസിക രോഗമാണോ ഇനി വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഇനി നാട്ടുകാരിറങ്ങും, ഇനി പോലീസ് ഇറങ്ങും. ആളുകൾക്കൊക്കെ ആ സ്ത്രീക്ക് വേണ്ട രീതിയിൽ തന്നെയുള്ള ഒരു സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പറയാൻ പറ്റില്ല, മനുഷ്യന്മാരാണല്ലോ. ചാവടം വരെ ചിലപ്പോൾ ഇത്ര സംഗതികളൊക്കെ പിടിച്ചു വയ്ക്കും. 5 തുണ്ട് ഭൂമി പോലും ഒരാൾക്കും ചിലപ്പോൾ കൊടുത്തു തന്നില്ല. എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു പിടുത്തമില്ല. ബൈ.